ഇന്ന് നമ്മളൊരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട് 7:30-ക്ക് CUET PGക്ക് ശേഷം ഇനി എന്ത്. നിങ്ങൾക്കറിയാം ഡിഗ്രി കംപ്ലീറ്റ് ആയിട്ട് കുറേ MSc എൻട്രൻസ് എക്സാമുകൾ നിങ്ങൾ എഴുതിയിട്ടുള്ള കുട്ടികളാണ് അല്ലേ. അതിൽ മെയിൻ ഒരു എക്സാം ആയിരുന്നു CUET PG. CUET PGയുടെ റെസ്പോൺസ് ഷീറ്റ് ഇറങ്ങി നിങ്ങൾക്ക് തന്നെ ഒരു സ്കോർ കാർഡ് നിങ്ങൾ തന്നെ വിലയിരുത്തിയിട്ട് വെച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ നിങ്ങളുടെ സ്കോർ വെച്ചിട്ട് നിങ്ങൾക്ക് ടോപ്പ് യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ കിട്ടുമോ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കോർ ബേസ് ചെയ്തിട്ട് ഏത് യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ അഡ്മിഷൻ എടുക്കേണ്ടത് എന്നുള്ള കൺഫ്യൂഷൻ നിങ്ങൾക്കുണ്ട് അല്ലേ. അതുപോലെ തന്നെ ഏതൊക്കെയാണ് നല്ല യൂണിവേഴ്സിറ്റികളിൽ, ഏതിൽ പോയാലാണ് എനിക്ക് ബെറ്റർ ഫ്യൂച്ചർ ഉള്ള കാര്യത്തിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്. ഇന്ന് നമ്മൾ അതൊക്കെ ഡിസ്കസ് ചെയ്യാണ് വെബിനാറിൽ വരുമ്പോൾ. കൂടാതെ ഇനി നിങ്ങൾക്ക് CUETയിൽ കുറച്ച് പിന്നോട്ടാണ് റാങ്ക്, ടെൻഷൻ ആവണ്ട. നമ്മൾ എന്ത് ചെയ്യണം, ഒന്നിങ്ങനെ CUET റിപ്പീറ്റ് ചെയ്യണോ അല്ലെങ്കിൽ IIT ജാം എന്ന് പറഞ്ഞിട്ടുള്ള എൻട്രൻസ് എക്സാം റിപ്പീറ്റ് ചെയ്യണോ, അങ്ങനത്തെ കാര്യങ്ങളും കൂടി നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾ നല്ല രീതിയിൽ മാർക്കൊക്കെ വാങ്ങി ടോപ്പ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്തു, MSc പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെന്ന് വിചാരിക്കാം. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇനി ഫ്യൂച്ചർ എൻട്രൻസ് എക്സാമുകൾ ഏതൊക്കെയാണ്, അതിൽ ഏത് എക്സാമിനോട് അടുത്താണ് നമുക്ക് നല്ല ഫ്യൂച്ചർ കിട്ടുന്നത്, അല്ലെങ്കിൽ ഏത് എക്സാമാണ് നമുക്ക് കൂടുതൽ സ്കോപ്പ് ഉള്ളത്. ഗേറ്റ്, നെറ്റ്, JRF, അതുപോലെ ടിഫർ, ജസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറേ എൻട്രൻസ് എക്സാമുകളുണ്ട്. അതിനെ പറ്റിയിട്ടൊരു ധാരണയും കൂടി ഇന്ന് നമ്മൾ നിങ്ങൾക്ക് തരികയാണ്. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, വെബിനാറിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ താഴെ ഒരു രജിസ്ട്രേഷൻ ഫോം ഉണ്ട്, അത് ഫില്ല് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് 7 o'clock ആകുമ്പോൾ നിങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഈ വെബിനാറിലേക്ക് പങ്കെടുക്കാനുള്ള ലിങ്കും അതുപോലെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസും വാട്സപ്പ് നമ്പർ വഴി ലഭിക്കുന്നതാണ്. അപ്പോൾ മസ്റ്റായിട്ട് എല്ലാവരും ആ രജിസ്ട്രേഷൻ ഫോം ഫില്ല് ചെയ്യുക, വെബിനാറിൽ പങ്കെടുക്കുക, നിങ്ങളുടെ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്ത് പോവുക. ഓക്കെ.